ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മമ്മൂക്കാൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയുടെ ട്രെയിലർ വന്നപ്പോൾ എന്നും കാണുന്നത് പോലെ തന്നെ കുറേ കുരുപൊട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. മട്ടാഞ്ചേരി മാഫിയയുടെ സിനിമയാണ്, അതുപോലെ മട്ടാഞ്ചേരിക്കാരുടെ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുരുപൊട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കണക്ക് കൂട്ടണ്ട, നമുക്കറിയുന്നതാണ്. മമ്മൂട്ടിയുടെ ഏത് സിനിമയുടെ ട്രെയിലർ വന്നു കഴിഞ്ഞാലും സിനിമ വന്നു കഴിഞ്ഞാലും അത് പൊട്ടണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ ഇങ്ങനെ പാറിക്കളിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെയുടെ പടങ്ങളൊന്നും പൊട്ടുന്നുമില്ല. അതായത് പടം ഇനിയിപ്പം ഒരു 2-3 ദിവസം 4-5 ദിവസമാണ് ഓടുന്നതെങ്കിലും നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ ഡൊമിനിക് എന്ന് പറയുന്ന പടത്തിന് ചില ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ കളക്ഷനൊന്നും ഉണ്ടായിട്ടില്ല, അതായത് കളക്ഷനൊക്കെ പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച് മമ്മൂക്ക തന്നെ അഭിനയിച്ച ആ ഒരു സിനിമ വിജയമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എത്ര നടന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മമ്മൂക്കൊക്കെ അറിയാം. ഇനി ആരുടെ മുന്നിലും വന്ന് കൈ നീട്ടത്തുമില്ല. കാരണം എന്താ വെച്ചാൽ കയ്യിലുള്ള കോടികൾ മുഴുവൻ എടുത്തിട്ട് ഒരു ഊളപ്പടം എടുത്ത് വെച്ചതുപോലെയൊന്നുമല്ല. മമ്മൂക്ക കൃത്യമായിട്ട് നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ഒരു സിനിമയിൽ ജിതിൻ കുമാർ ജോസ് എന്ന് പറയുന്ന സംവിധായകനാണ്. പിന്നെ അപ്പോൾ അയാളുടെ ആദ്യത്തെ ഒരു സംരംഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്, ഒരു രക്ഷയുമില്ല. അതായത് പടം 100 കോടി അടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രവുമല്ല, ഈ 100 കോടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർക്ക് നല്ല കുരുപൊട്ടലാണ്. കാരണം എല്ലാവരും പറയുന്നത് എവിടെയുടെ 100 കോടി എവിടെ അടിച്ചത് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ മമ്മൂക്ക സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ ബിസിനസ് തന്നെയാണ് നടക്കുന്നത്. നിങ്ങളിനി വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും ശരി. അപ്പോൾ ചില ആൾക്കാർ മോഹൻലാലിൻ്റെ സിനിമയോ മോഹൻലാലിൻ്റെ സിനിമയും കോടികളുടെ ബിസിനസ് നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ സിനിമ സ്ഥിരമായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ ഇതാണ് എടുക്കുന്നത്. അവർ നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അതുപോലെ മോഹൻലാലിൻ്റെ എമ്പുരാൻ വരെ ഇപ്പോൾ അവരാണ് എടുക്കുന്നത്, ഏഷ്യാനെറ്റ് തന്നെയായിരിക്കും എടുക്കുക. അപ്പോൾ അങ്ങനെ മോഹൻലാലിൻ്റെ സിനിമയും നല്ല തോതിലുള്ള ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മമ്മൂക്കാൻ്റെ സിനിമയും അയാൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രൊഡ്യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ പരസ്യം ചെയ്തിട്ടും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ അങ്ങേരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക മട്ടാഞ്ചേരിക്കാരനാണ്, അല്ലെ മട്ടാഞ്ചേരി മാഫിയയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് തകർക്കാൻ നോക്കരുത്. കാരണം തകരൂല മക്കളെ, തകരൂല, ഒരിക്കലും തകരൂല. ഇവിടെ എല്ലാവരും വന്നിട്ട് മമ്മൂക്കാൻ്റെ പെരടിക്ക് കയറാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരില്ലേ, ഈ പ്രേക്ഷകർ വിടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ഒരു വയസ്സിലും വിസ്മയിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി പ്രേക്ഷകർ തന്നെയാണ് അങ്ങയുടെ ബലം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉച്ചാങ്കളിയൊന്നും ഇവിടെ വന്നിട്ട് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കുറച്ച് ആൾക്കാരാണ്, കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലട്ടാ. അതായത് കുറച്ച് ടീമുകൾക്ക് മാത്രമാണ് മമ്മൂക്ക എന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കുരുപൊട്ടലങ്ങ് ഇതാവുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവന്മാരോടൊക്കെ എന്ന് പറഞ്ഞാൽ പോയിട്ട് പണിയുണ്ടോ നോക്ക്, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് നിങ്ങളൊക്കെ ഇങ്ങനെ കുരുപൊട്ടി ചാകുന്നതല്ലാതെ മമ്മൂക്കയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങേരിങ്ങനെ ഓരോ പടങ്ങൾ ഇനിയിപ്പോൾ വരിയായിട്ട് പടങ്ങൾ വരുമല്ലേ, മമ്മൂക്കാൻ്റെ പടങ്ങളല്ലേ വരുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ ബോധം കെട്ട് വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മമ്മൂക്കയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, പക്ഷെ മമ്മൂക്കയെ അങ്ങ് അംഗീകരിക്കാൻ ഇവർക്കങ്ങ് സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അസൂയുണ്ടാകാം, കുശുമ്പുണ്ടാകാം, അതുപോലെ തന്നെ ഇങ്ങനെ നടക്കുന്നു, ഭയങ്കരമായിട്ട് നടക്കുന്നു എന്നുള്ള ആ ഒരു അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയ്ക്കെതിരെ ഇവിടെ ഒരുപാട് ടീമുകൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ടീമുകൾ തോറ്റ് പിന്മാറുന്നതല്ലാതെ മമ്മൂക്കയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. പല സിനിമ ഇറങ്ങുമ്പോഴും അത് പൊട്ടിക്കാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കും. പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആരവം മുഴക്കുകയായിരിക്കും. ഇതിന് മുന്നേ ഇറങ്ങിയ പിന്നെ ഒരുപാട് ഒരു സിനിമ അറിയാം നമുക്ക് എല്ലാവർക്കും. ആ ഒരു സിനിമയെ പൊട്ടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അതുപോലെ ഡൊമിനിക് വന്നിരുമാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡൊമിനിക് പൊട്ടിയ സിനിമയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും പറയുന്നുണ്ട്. ഈ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ ഓടാത്ത സിനിമയാണ്, കോടികളാണ് മമ്മൂക്കയ്ക്ക് നഷ്ടം എന്നൊക്കെ ഇങ്ങനെ കണക്കുകൾ നിരത്തിയിട്ട് ഈ പടവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണ് എന്ന് പറയുന്നത്. അതാ ഏറ്റവും വലിയ രസം. ഈ പടവുമായിട്ട്, അതായത് ഡൊമിനിക്കിന് എത്ര ചിലവായിരുന്നോ, അല്ലെങ്കിൽ എത്ര ബിസിനസ് കിട്ടിയെന്നോ, എത്ര കോടികൾ കിട്ടിയെന്നോ, എത്ര കോടി ചിലവ്, കറക്റ്റായിട്ട് ഒരു വിവരവും ഇല്ലാത്തവൻ വരെ ഇവിടെ വന്നിട്ട് പറയുകയാണ് അത് നഷ്ടമാണ്, അത് കൃത്യം ശരിയല്ല, അത് ഇത്ര പൈസയോ ഇത്ര മാത്രമേ കളക്ഷൻ വന്നിട്ടുള്ളൂ. ഇത്ര കളക്ഷൻ വന്നു കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് കിട്ടുന്നത് ചെറിയൊരു 40-50 ലക്ഷം മാത്രമാണ്.
ബാക്കിയൊക്കെ എന്ന് പറഞ്ഞ് ചെലവിലേക്കാണ് പോകുന്നത് എന്നൊക്കെ ഇവൻ ആധികാരികമായി പറയുകയാണ്. അപ്പോൾ ഇവനൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിക്കുകയോ ഇല്ലെങ്കിൽ അതിൻ്റെ സെറ്റിൽ പോവുകയോ ഇല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ ചുമതലയിൽ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ വായിക്ക് വന്നത് കോതക്ക് പാട്ട് എന്ന് പറയുന്നതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ചില വേട്ടാവളിയന്മാരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു സിനിമ വരുന്നതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇനിയൊരു തിയേറ്റർ പ്രളയം തന്നെയായിരിക്കും. 2025 മമ്മൂക്കൻ്റെ രണ്ടാമത്തെ ഹിറ്റായിട്ട്, ആദ്യത്തെ ഡൊമിനിക്ക്, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹിറ്റ്, ഇതിങ്ങനെ രണ്ടാമത്തെ ഹിറ്റായിട്ട് തന്നെയായിരിക്കും ഇത് തിയേറ്ററിലേക്ക് വരുന്നത്. ഏതായാലും എല്ലാവരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ട്രീസറിന് വേണ്ടിയിട്ട്. ഈ ട്രീസർ വന്നു, എല്ലാവരും കണ്ടു, എല്ലാവർക്കും സന്തോഷമായി. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ്റെ സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു രോമാഞ്ചം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ, അങ്ങേരുടെ ഒരു സ്റ്റൈല് വേറെ തന്നെയല്ലേ. ഇത് കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ അസൂയയും കുശുമ്പൊക്കെ വരുന്നത്. അവർക്കെന്ന് പറഞ്ഞാൽ പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോഴാണെങ്കിലും തന്നെ മലയാള സിനിമയാണെങ്കിൽ നിന്ന് കത്തുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരങ്ങളാരും സിനിമ എടുക്കരുത്, താരങ്ങളൊന്നും സിനിമ എടുക്കാതിരിക്കണം, ഞങ്ങൾക്ക് വേണം സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയകാല പല്ലുകുഴിഞ്ഞ സിംഹങ്ങൾ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ സിംഹങ്ങളും ഇറങ്ങിയിട്ട് സുരേഷ് കുമാറിനെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള സിയാദിനെ പോലെയുള്ള ഇങ്ങനെയുള്ള കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടത് എന്താ വെച്ചാൽ ചുളിവിൽ മമ്മൂട്ടീൻ്റെ ഒരു ഡേറ്റ് കിട്ടണം, ഇല്ലെങ്കിൽ ചുളിവിൽ മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് കിട്ടണം. ഇപ്പോഴവർക്ക് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന്മാരുടെ കയ്യിലും തന്നെ ഒരു 2 കോടിയിൽ കൂടുതൽ ഇറക്കാനില്ല. ഈ 2 കോടി കൊണ്ട് ഇപ്പോൾ മമ്മൂട്ടീൻ്റെ സിനിമ വേണമെന്നാണ് ഇവന്മാർ പറയുന്നത്. എന്നിട്ട് വേണം ഇവന്മാർക്കൊരു 20 കോടി ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ളൊരു കളി തന്നെയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു നിർമ്മാതാക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ നടന്മാരോട് ഭയങ്കരമായിട്ടുള്ള അസൂയ തന്നെയാണ്. അവരിങ്ങനെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ആവുന്ന കാലത്തെ ഇങ്ങനെ തിന്നു കുടിച്ചിരുന്നു, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ മേനക സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം തമ്പുരാൻ പോലെയുള്ള ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടന് എന്ത് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചിലപ്പോഴൊരു 10, 25 ഇല്ലെങ്കിൽ ഒരു 50 ലക്ഷം അങ്ങനെയായിട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഏതായാലും ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ വാരിയിട്ടുണ്ട്. എങ്ങനെയായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 2-3 കോടി സുരേഷിന് അന്ന് ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരു സിനിമ തന്നെയാണ്. അതൊന്നും മിണ്ടത്തില്ല. അതുപോലെ സ്വന്തം മകളാണെങ്കിൽ കോടികൾ വാങ്ങിക്കുമ്പോൾ ഇതൊന്നും മിണ്ടൂല. അവർക്കൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമ്മൂട്ടി കമ്പനിയും അതുപോലെ ആശീർവാദും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം എടുക്കൽ നിർത്തണം. പക്ഷേ ഞാൻ മമ്മൂക്കയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും നിർത്തരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ പൈസ മുടക്കണമെന്ന്. അതായത് പടം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിയും, ചിലപ്പോൾ എന്ന് പറഞ്ഞ് വിജയിക്കും. ഇതൊന്നുമല്ല. അതായത് ഒരു നല്ല പ്രൊഡക്റ്റ് ഒരു മനുഷ്യൻ്റെ മുന്നിലേക്ക് എങ്ങനെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് ഈ മമ്മൂട്ടി കമ്പനിക്കും അതുപോലെ തന്നെ ആശീർവാദിനും എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികൾക്ക് അറിയാം. അതുകൊണ്ട് അതുപോലെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൃമികളെ നമ്മളെല്ലാവരും ഓടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാള സിനിമയെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ഊളകൾ തന്നെയാണ്, ഒരു സംശയവുമില്ല. അതായത് ഇങ്ങനെയുള്ള ഊളകൾ കാരണമാണ് നമ്മുടെ മലയാള സിനിമ ഈ ഗതിയിലായതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മമ്മൂട്ടിയും അതുപോലെ മോഹൻലാലൊന്നും ഒരിക്കലും സിനിമ നിർമ്മിക്കുന്നത് നിർത്തരുത്. അതുപോലെ മമ്മൂക്കാൻ്റെ അടുത്ത 100 കോടിയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, അറിഞ്ഞം പറഞ്ഞം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.